ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് ഞാൻ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാവരും ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ആലു പൊറോട്ട ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ തന്നെ ആലു പൊറോട്ട സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. 1.5 കപ്പാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അല്പം വെള്ളമൊഴിച്ച് ആദ്യം നന്നായി ഇളക്കി കൊടുക്കുക. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് പൊറോട്ടയ്ക്കും കുഴയ്ക്കുന്നത്. കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായി കുഴയ്ക്കുക. അവ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. പച്ചവെള്ളത്തിൽ തന്നെയാണ് മാവ് കുഴയ്ക്കുന്നത്. അല്പം റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്താൽ നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കുവാൻ സാധിക്കും. കുഴച്ചെടുത്ത മാവ് 1/2 മണിക്കൂർ അടച്ചു വയ്ക്കുക. എന്നിട്ട് വേണം പൊറോട്ട ഉണ്ടാക്കി തുടങ്ങുവാൻ. 2 മീഡിയം സൈസ് ആലു കുക്ക് ചെയ്ത് പീൽ ചെയ്തെടുക്കുക. ഫോർക്ക് കൊണ്ട് ഒന്ന് ഉടച്ചെടുത്തിട്ട് കൈകൊണ്ട് മാഷ് ചെയ്യുക. ആലു കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. കുക്കറിൽ 3 വിസിൽ കേട്ടാൽ മതിയാകും. നല്ല ആലു ആണെങ്കിലേ പൊറോട്ട നന്നായി കിട്ടുകയുള്ളൂ. ചില ഉരുളൻകിഴങ്ങ് വേവിച്ച് കഴിയുമ്പോൾ സ്റ്റിക്കി ആയിട്ടിരിക്കും, കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. മാഷ് ചെയ്ത ആലുവിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി വയ്ക്കുക. ഇടത്തരം വലിപ്പമുള്ള ഒരു ഉള്ളിയും 2 പച്ചമുളകും കട്ട് ചെയ്തെടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇവയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയിലേക്ക് ജലാംശം മാറുന്നതിന് വേണ്ടിയാണ് വഴറ്റുന്നത്. ഉള്ളിയുടെ നിറം മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വീതം ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചാട്ട് മസാല ഇവ ആഡ് ചെയ്യുക. ഈ മസാലകൾ തന്നെ ചേർക്കണമെന്നില്ല. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള മസാല ഏതെങ്കിലും ചേർക്കാം. ഇതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആലു ചേർത്തിളക്കുക. ആലുവിലെ ജലാംശമൊക്കെ വറ്റി ഡ്രൈ ആകുന്നതുവരെ ഇളക്കുക. ഒടുവിൽ മല്ലിയിലയും ചേർക്കുക. ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ ആവശ്യമായതിലും കുറച്ചുകൂടി മാവെടുത്ത് ഒരു പൂരിയുടെ വലിപ്പത്തിൽ പരത്തുക. ആവശ്യമെങ്കിൽ ഗോതമ്പ് പൊടി തൂവുകയോ അല്ലെങ്കിൽ പൊടിയിൽ മുക്കിയെടുക്കുകയോ ആകാം. അല്പം മസാല ഒരു സ്പൂണിലെടുത്ത് പരത്തിയതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക. അല്പം ഗോതമ്പ് പൊടി കൂടെ തൂകി മസാല പുറത്തു വരാതിരിക്കത്തക്കവണ്ണം കവർ ചെയ്തെടുക്കുക. യോജിപ്പിച്ച ഭാഗത്ത് അധികം പ്രഷർ കൊടുക്കാതെ സാവകാശം പരത്തിയെടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത പൊറോട്ടയും പരത്തിയെടുക്കുക. എത്ര വലിപ്പത്തിലാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഫില്ലിംഗ് ചേർക്കുക. തവ ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് പൊറോട്ട ഉണ്ടാക്കുക. 2 സൈഡും കുക്ക് ചെയ്തെടുക്കുക. ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ ഫ്ലെയിം അല്പം കൂട്ടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് പുരട്ടി കഴിയുമ്പോൾ പൊറോട്ടയുടെ മുകൾ ഭാഗം പൊങ്ങി വരുന്നതായി കാണാം. ഇങ്ങനെ മറ്റുള്ള പൊറോട്ടയും ചുട്ടെടുക്കാവുന്നതാണ്. ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആലു പൊറോട്ട തൈരിൻ്റെയോ അച്ചാറിൻ്റെയോ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.